ശ്രീമാത്രേ നമഃ. ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താമണി, ചിന്തിക്കുന്നതെന്തും തരുന്ന മണി. ചുമന്ന നിറമാണ് ചിന്താമണിക്ക്. വേറെയും ഒരർത്ഥം, ചിന്തിക്കുന്ന മണി. അപ്പോൾ ചിന്തിക്കുന്നതും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ രത്നം, ചിന്താരത്നം. ചിന്തയില്ലെങ്കിലോ പ്രപഞ്ചമില്ല. നമ്മുടെ ബന്ധങ്ങളും ബന്ധനങ്ങളും ചിന്തകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ലോകം റിലേഷൻഷിപ്പിന്റെ ലോകമാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ചിന്താമണിയാണ്. ചിന്താമണിയാകുന്ന ഗൃഹത്തിന്റെ അന്തർഭാഗത്തിരിക്കുന്നവൾ എന്നൊരർത്ഥം. ചിന്തയ്ക്കതീതമായിരിക്കുന്നവൾ എന്നും ഒരർത്ഥം. ചിന്താമണി ഗൃഹത്തിനകത്ത് പഞ്ചബ്രഹ്മങ്ങളുടെ മുകളിലാണ് ദേവി ഇരിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, രുദ്രേശ്വര, സദാശിവന്മാർ. ഇവർ ആരൊക്കെയാണ്? ബ്രഹ്മാവ് മൂലാധാരത്തിന്റെ അധിപതി, വിഷ്ണു സ്വാധിഷ്ഠാനത്തിന്റെ അധിപതി, രുദ്രൻ മണിപൂരകത്തിന്റെ അധിപതി, ഈശ്വരൻ അനാഹതത്തിന്റെയും സദാശിവൻ വിശുദ്ധിയുടെയും അധിപതി. 6 ആധാര ചക്രങ്ങളുടെയും മുകളിലാണ് ഈ ദേവി മഹാത്രിപുര സുന്ദരിയുള്ളത്. ലളിതാ സഹസ്രനാമം അർത്ഥബോധത്തോടെ ചൊല്ലിയാൽ ഈ ദേവിയെ കാണാൻ സാധിക്കും. അപ്പോൾ ദേവിയെ കണ്ടു. ദേവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവിയുടെ ചുറ്റുപാടുകളെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിനി. ദേവി മഹാപത്മാടവി സംസ്ഥയാണ്. ദേവി ഇരിക്കുന്ന സ്ഥലം താമരക്കാടുകളാണ്. അനവധി താമരകൾക്കിടയിലാണ് ദേവി ഇരിക്കുന്നത്. സഹസ്രാര പത്മത്തിന് അനവധി ദളങ്ങളുണ്ട് എന്ന് യോഗശാസ്ത്രം പറയുന്നു. ശ്രീചക്രത്തിലേക്കുള്ള ദേവിയുടെ ആവാഹനം ഈ മന്ത്രം കൊണ്ടാണ്. മഹാപത്മവനാന്തസ്ഥേ. സഹസ്രാര പത്മം, അനേകം ഇതളുകളുള്ള താമര. ഈ താമര ഇതളുകൾ എന്താണ്? നമ്മുടെ ബുദ്ധികോശങ്ങളാണ്. നമ്മുടെ തലച്ചോറിനകത്തുള്ള കോശങ്ങളെ ന്യൂറോണുകൾ എന്നാണ് പറയുന്നത്. ഒരു ശരാശരി മനുഷ്യനിൽ 5 മുതൽ 10% വരെ മാത്രമേ ന്യൂറോൺസ് പ്രവർത്തിക്കുകയുള്ളൂ. ആൽബർട്ട് ഐൻസ്റ്റീൻ പോലുള്ള ജീനിയസുകളിൽ 35 മുതൽ 40% വരെ പ്രവർത്തിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സഹസ്രതല പത്മങ്ങൾ ഈ ദേവിയെ കാണുമ്പോൾ ന്യൂറോൺസ് ആക്ടിവേറ്റഡ് ആകും. അപ്പോൾ നമ്മുടെ ബോധകോശങ്ങൾ അഥവാ ബുദ്ധികോശങ്ങൾ വികസിപ്പിക്കുന്ന ഒരു സഹസ്രനാമമാണ് ഈ ലളിതാ സഹസ്രനാമം. ആ ബോധമണ്ഡലം വികസിക്കുമ്പോൾ, കോൺഷ്യസ്നസ് വികസിക്കുമ്പോൾ, ആ വികസിതമായ കോൺഷ്യസ്നസ്സിനിടയ്ക്ക് നമുക്ക് ആ മഹാത്രിപുര സുന്ദരിയെ കാണാൻ സാധിക്കും. മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിനി. ചിന്താമണി ഗൃഹത്തിനു ചുറ്റും കദംബക്കാടുകളാണ്. ദേവി ഈ